ഇക്കാലത്ത് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഓണാഘോഷിക്കാൻ പറ്റിയതില്ല. ഇതിലും വലിയ സന്തോഷം ഉണ്ട് അപ്പാപ്പന്. തല ഉറങ്ങുന്ന തലയിലെല്ലാം പേന പായസം കുടിച്ചാ പായസം കുടിച്ച് കള്ളി ഊനാലാടണ്ടേ നമുക്ക്. മാമാ മോനാ സാറോ അയ്യോ മാമനെ മോനെ മാമ എന്തുകൊണ്ട് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന സുഖമാണ് സാധനമുണ്ട് വന്നിട്ടുണ്ടാ മുടിക്കുടിയൻ ബേബി അയാളോട് പിണ്ടോന്ന് വേണ്ട കേട്ടോ. നിന്നെങ്ങനെയാണ് ഓണാടം അടിക്കണ്ടേ? ഓ എന്റെ ബേബി നിങ്ങളെ പോലെ ഒന്നല്ല, എന്റെ ബേബി ഒരു തുള്ളി കുടിക്കല. അതെടി നിന്റെ കയ്യിൽ കൊണ്ടല്ലേ അങ്ങനത്തെ കുടിയനായത്. തോന്നിയാസം പറയായിരുന്നു മഞ്ജു കേട്ടോ. നല്ലൊരു ഓണമായിട്ട് നിങ്ങൾ അറിയാ എപ്പോ കാറൊന്നും വയ്യാളിയാ, കാലിടയ്ക്ക് വെച്ചൊന്നും വയ്യാതായിരുന്നേ. അറിഞ്ഞോ പത്രത്തിലൊക്കെ കൊണ്ടായിരുന്നു. ഞാൻ ഈ വരുന്ന വഴി ബൈക്ക് കൊടുത്തിട്ട് വരുമായിരുന്നു. റോങ് സൈഡിൽ ഒരു കണ്ടെയ്നർ വന്നു. നമ്മള് വീട് ഒറ്റയടിയെ ഒരു ആലോചിച്ച് കണ്ടെയ്നർ പറഞ്ഞു പോയില്ല. കണ്ടെയ്നർ പച്ചക്കറി കൂമ്പുവാരി ഇത് പുറത്തു നിങ്ങളെ തിരക്കി വാ. 3 എണ്ണം അല്ലല്ല കൊച്ചനായിരുന്നു കണക്ക് പറയണം. 60കളിൽ വസന്ത് എന്ത് അച്ഛൻ വരെ പറഞ്ഞില്ലേ നീ അളിയൻ ചിലപ്പോ അടുക്കള വെച്ച് ചൂടുള്ള കുടിക്കാൻ ചുമ്മാ കുപ്പി അളിയാ കുപ്പി കാലാക്കടാ പിടിച്ചു വെച്ചിരുന്ന അവള് പോവാ. അത്രേ ഉള്ളു. അത്രേ ഉള്ളു. നിങ്ങൾ ഈ അച്ഛനും മോനോട്ട് അടിക്കുന്നത് ശരിയാണ്. ഞാനല്ല മോൻ, ഇതാണ് മോൻ. ഈ അച്ഛനും മോനും ഇതുപോലെ പല അച്ഛനും മോനും ഉണ്ട്. ഈ അച്ഛനും മോനും ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുമ്പോഴാണ് സ്നേഹം കൂടുന്നത്. അല്ലാത്ത അച്ഛനും മോനെ നോക്ക്, പലപ്പോഴും മിണ്ടി സംസാരിച്ച് എല്ലാരും ഒരേ വീട്ടില. പക്ഷെ അടിയുള്ളവരെ സെറ്റാണ്. അച്ഛനും മക്കളും എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കേ, ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. കൊല്ലാൻ കൊണ്ടുപോകാൻ